അല്പം താമസിച്ചു പോയി. അത് സാരമില്ല. അപ്പോഴെങ്ങനെ റിബൺ മുറിച്ച് തന്നെയല്ലേ ഉദ്ഘാടനം? അങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഇന്ന് ബന്ധായതുകൊണ്ട് റിബൺ കിട്ടിയില്ല. അല്ല താത്ത ആ തുഴയെടുത്ത് കുറുപ്പേട്ടന്റെ കൈ കൊടുക്കണം. കുറുപ്പേട്ടൻ വള്ളത്തിൽ കയറി തുഴഞ്ഞ് വള്ളം ഉദ്ഘാടനം ചെയ്യണം. മതിയല്ലോ, കൊടുത്തട്ടെ. അപ്പൊ പ്രഭാസ് വരത്തില്ലേ? അയ്യോ ഞാനില്ല, ചെല്ലണമേ. ഞാനില്ല. വരണമാശാൻ. ചേട്ടാ പണ്ട് ചമ്മക്കുളത്ത് അമ്മാവന്റെ വീട്ടിൽ അവിടെ ആറ്റിൽ വള്ളം തുഴഞ്ഞു കിടന്ന കാലം ഇത്തരണത്തിൽ ഞാൻ സ്മരിച്ചു പോവുകയാണ്. അനാർക്കലി പോയി. എവിടെ പോയി? എവിടെ പോയി? പാലത്തിന് കാവൽ നിന്ന പോലീസുകാരന്റെ കൂടെ അനാർക്കലി പോയി. നീ കണ്ടോ? അവർ രണ്ടുപേരും ബസ് കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പൊന്നും പണവും ചെലവാക്കാതെ ഒരു പെണ്ണിനെ പറഞ്ഞയച്ചില്ലേ? കടന്നുളഞ്ഞല്ലേ? പെണ്ണ് കിടന്നു കളഞ്ഞാൽ എന്തേ? താത്തായ്ക്ക് ഒരു കടത്ത് കിട്ടിയില്ലേ? നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടി ദുശ്വാസനക്കുറിപ്പ് പാലം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. സ്വാമി, ആർക്ക് കിട്ടും? ആര് കൂടുതൽ ആഗ്രഹിച്ചോ ആ വ്യക്തിക്ക് തന്നെ കിട്ടും. കാലതാമസം എത്രത്തോളം ഉണ്ടാകും? അതൊക്കെ മഴയ്ക്ക് മുമ്പ് നടക്കും. പക്ഷെ തലസ്ഥാനത്ത് നിന്ന് കരിയണം. വലിയൊരു തടസ്സം നാദിനു മുമ്പിൽ കാണുന്നുണ്ട്. തലസ്ഥാനം വരെ പോയി ആ കുറുക്കഴിച്ചെടുക്കാൻ ജീമൂതവാഹനം അടിക്കേണ്ടതില്ല. കൂട്ടിന് കുറുപ്പിനെയും കൊണ്ടുപോയിക്കോളൂ. പാലത്തിന് ടെൻഡർ ഉറപ്പിക്കാം. സ്വാമി, ഒരു സംശയം. പാലം പണി കഴിഞ്ഞാലും ഈ ബില്ല് പാസ്സായി കിട്ടാൻ എത്ര കാലം എടുക്കും? കുറേയേറെ ദ്വീപുകളിൽ പല പല എഞ്ചിനീയർമാരുമായി നിരന്തര സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരിക്കണം. സ്വാമി, ജീമൂതവാഹനും പാഞ്ചാലി കുഞ്ഞും തമ്മിലുള്ള വിവാഹം വിവാഹം നടക്കും. എപ്പോ? പാലം പണി കഴിയുമ്പോ. ആഹാരം കഴിക്കാം. പ്രസിഡന്റ് സാർ ഇവിടെ ഇല്ലേ സാറേ? അയ്യോ, ഭൂതനയാ. ഓ, ഇവക്ക് വരാൻ കണ്ട ഒരു നേരം.
അകത്തേക്ക് ചെന്നാട്ടെ ചെല്. അച്ഛനിവിടെ ഇല്ലെന്ന് പറ. അച്ഛനിവിടെ ഇല്ലെന്ന് പറയാ അമ്മ പറഞ്ഞു. അച്ഛനെ കണ്ടിട്ടേ പോകുന്ന പോകത്തുള്ളൂ അമ്മയോട് പറഞ്ഞേരെ. നീ ഒന്ന് പതുക്കെ പറ, സ്വാമിക്കകത്തുണ്ട്. നീ പ്രസിഡന്റ് സാറിന് കുറച്ചുകൂടെ സമയം കൊടുക്കുക. ഒന്ന് ചുമ്മാ ഇരി സാറേ. പൂതനെ, നിന്റെ അപേക്ഷ ആഫീസിൽ കൊടുത്തിട്ടുണ്ട്, ഉടനെ ശരിയാവും. ഓ അതല്ല സാറേ കാര്യം. ആ കാമദേവൻ എന്നെ ചതിച്ചു. കാമദേവനോ? അതാരാ? ആ പാലത്തിന്റെ അവിടെ കാവൽ നിന്ന പോലീസുകാരൻ. അയ്യോ, അതുപോലെ കടന്ന കൈയായി പോയല്ലോ. 3 മാസത്തിനിടയിൽ അവൻ ഇത്രയൊക്കെ ഒപ്പിച്ചോ? അപ്പൊ താത്തയുടെ മോൾ ആർക്കല്ലയോ? അവളെ ആ ദ്രോഹി കൂടെ കൊണ്ടുപോയില്ലേ എന്നെ അവിടെ ഇട്ടേച്ച്. ഓഹോ, അപ്പോ പൂതനയുടെ വീട്ടിൽ കാമദേവനായിട്ടും അനാർക്കലിയുടെ വീട്ടിൽ ഷാജഹാനായിട്ടും അവൻ ചെന്നു. അയ്യോ, ആരടാ അവൻ? ഇവിടുന്ന് ഇപ്പൊ ഒരു സമാധാനം പറ. അയ്യോ, ഞാൻ സാറേ, എന്റെ വയറ്റിലുള്ളത് പോലീസ് കുട്ടിയാ. അതുകൊണ്ട് അത് സർക്കാരിന്റെ കുട്ടിയാണെന്നും അതിന് സർക്കാർ തന്നെ ചെലവിന് കൊടുക്കണമെന്നും സാറ് സർക്കാരിനോട് പറയണം. അയ്യോ ദേ ഒന്ന് പറഞ്ഞു കൊടുത്തേനെ. അത് ശരിയാ. ഇപ്പോഴേ അപേക്ഷ കൊടുത്തെങ്കിലേ അനാഥഗർഭമാണ് പ്രശ്നം അല്ലേ? അതെ സ്വാമി. ആ. കുട്ടി പെണ്ണായിരിക്കാനാണ് സാധ്യത. അപ്പൊ നമുക്ക് വനിതാ പോലീസിൽ ചേർക്കാം. ഇപ്പൊ ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്? എന്തായാലും നീ ഒരു അപേക്ഷ എഴുതി പഞ്ചായത്ത് ഓഫീസിൽ കൊട, നോക്കട്ടെ. ആ ആഹാരം ഇങ്ങോട്ട് വരീ സ്വാമി, നമ്മളെ വള്ളത്തിൽ കയറണം. ജെറ്റ് പോലെ പായും. അക്കരെ ചെല്ലാൻ 1.5 മിനിറ്റ് മതി. ചുമ്മാ പറയാൻ മറിയം വെള്ളവാ. ഇങ്ങോട്ട് കയറിക്കോ സ്വാമി, ഈ വെള്ളത്തിൽ. ഇങ്ങോട്ട് സ്വാമി, നമ്മളെ വള്ളത്തിൽ. ഇങ്ങോട്ട് കയറിക്കോ സ്വാമി, ഈ വെള്ളത്തിൽ. ആ 15 ചാർജ് ഉള്ളൂ. ഇങ്ങോട്ട് പോരൂ. ഈ വെള്ളത്തിൽ കയറൂ. ആ അങ്ങനെ. ആ പോരട്ടെ, കയറിക്കോ. ആ വിട്ടു. ആ പോട്ടെ. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നദി പോലെയാണ്. എല്ലാ നദിയിലും ഒഴുക്കുണ്ട്, എന്നാൽ ഒഴുക്കുള്ള നദിയിൽ അഴുക്കില്ല എന്നാണ് എന്റെ ഗുരു കുക്കുടാനന്ദജി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒഴുക്കിനെതിരെ നിന്നവർക്കാണ് ജീവിത വിജയം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാവരും ലക്ഷ്യസ്ഥാനം അക്കരയാണ്. പക്ഷേ നമ്മൾ ആരും അക്കരെ കണ്ടിട്ടില്ല. അങ്ങ് മേഘങ്ങൾക്കപ്പുറം, അങ്ങ് പർവ്വതനിരകൾക്കപ്പുറം, അങ്ങ് അയ്യോ പാമ്പ്. ഈ വള്ളത്തിലൊരു ബോർഡുണ്ട്, അത് നിറയെ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞുങ്ങളാ. അങ്ങനെ തന്നെ വേണം. യുദാസിന്റെ വള്ളത്തില് ഇനി ഒരുത്തനും കേറൂല. കുറുപ്പും ജീമൂതവാഹനം തലസ്ഥാനത്തേക്ക് പോയിരിക്കുക. രഹസ്യ യാത്രയാ. പാലത്തിന്റെ കോൺട്രാക്ടും കൊണ്ട് മടങ്ങുമെന്ന് ശപഥം ചെയ്തിട്ടാ പോയിരിക്കുന്നത്. താനതൊന്ന് അകത്താക്കിക്കേ, തന്റെ അണപ്പൊന്ന് മാറട്ടെ. മുതലാളി, ഇതാണ് സമയം. കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന സമയം. കുറിപ്പ് തിരിച്ചു വരുന്നതിന് മുമ്പ് അയാളുടെ ഭൂരിപക്ഷം നമുക്ക് ന്യൂനപക്ഷമാക്കണം. എനിക്കുള്ളെങ്കിൽ തന്നേരെ. ഞാനിങ്ങോട്ട് വന്ന റാഹേലമ്മ അറിയരുത്. അറിഞ്ഞാലെന്നെ ഓടിച്ചിട്ട് തല്ലുമാ. താൻ പേടിക്കാതെ റഹബേലെ, എന്ത് തന്നെ തന്റെ ഭാര്യ ഇപ്പുറത്ത് വരും. അതിലെ ഇടപെടത്തില്ല. അതവളെ നേരിട്ട് കണ്ട് വില നിശ്ചയിച്ചോണ്ടാവും. എങ്കിൽ താനൊന്ന് സൂചിപ്പിച്ചേര്. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്നുണ്ട്. കുറിപ്പിന്റെ കക്ഷിയിൽ ഇപ്പോഴുള്ള 3 പേർ അയാൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. അതാരൊക്കെയാ? ഇയാളോട് പറയില്ല നേതാവേ, ആകെ കലക്കും. ആരൊക്കെയാ തരക? താൻ പറഞ്ഞു 3 പേര്. പറയാം. അതായത് ഇങ്ങനൊരു അവസരത്തിൽ എന്നോട് ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞിട്ടുള്ളത് നാരദൻ ഉണ്ണിത്താനാ. ഇതിൽ നിൽക്കോ? കുറയ്ക്കാൻ നോക്കാം. അടുത്താരാ? ബറാബാസ്. അയാള് കാശ് വാങ്ങിച്ചാലേ അവസാന നിമിഷം മാർക്കളി. അപ്പൊ പിന്നെ വിശ്വസിച്ച് കാശ് ഇങ്ങനെ കൊടുക്കും. അയാളെ മീറ്റിംഗ് വരാതിരിക്കാൻ നോക്കണം. ഹൃദ്രോഗാണെന്ന് പറഞ്ഞ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടിടാം. സന്ദർശകർ പാടിൽ നിന്നൊരു ബോർഡും വെക്കാം. എന്താ? അതിനൊക്കെ വേറെ നല്ല വഴിയുണ്ട് മുതലാളി. ബറാബാസിന് വേണ്ടത് ഇതും മറ്റേതുവാ. സാരി കിട്ടി എന്തായാലും മതി. ആ കാര്യം എനിക്ക് വിട്ടതാ, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഏറ്റു. പിന്നെ ആരാ? നേരത്തെ പറഞ്ഞ ആള് തന്നെ, റാഹേല്. അയ്യോ, അത് തോറെ കൂടും. എന്നാലും എന്ത് വേണമെന്ന് പറ. ഒരു ഇതെങ്കിലും വേണ്ടി വരും. അത് പറ്റിയല്ല, ഇത് തന്നെ വേണ്ടി വരും. ശരി, ചിലവൊക്കെ ഞാൻ ഏറ്റു. ആണോ റാഹേലെ? വഞ്ചനയാണ് ഞാൻ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം കൊണ്ട് എനിക്കിതിവിടെ വന്ന് പുറത്ത് പറയാതിരിക്കാനും കഴിയുന്നില്ല. താൻ കാര്യം പറയൂ. ദുശാസനക്കുറിപ്പിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസ്വാധീനം വർദ്ധിപ്പിക്കാനായി ഒരു വലിയ അനുമോദന യോഗം കൂടാൻ പോകുന്നു. നമ്മുടെ ജോലി വർദ്ധിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. ഈ അനുമോദന യോഗം എന്ത് വില കൊടുത്തും നമുക്ക് കലക്കണം, കലക്കിയിരിക്കും. നാളെ ഏത് ഒഴിവാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? യോഗം നടക്കുന്ന മൈതാനം മുഴുവൻ നമുക്ക് ടാറ് പൂശിക്കളയാം. ആ കാര്യം എനിക്ക് വിട്ടതാ, ഞാൻ കൂലിപ്പടയായിട്ട് ഇറങ്ങിക്കോളാം. ഇപ്പൊ എങ്ങനെ അവരുടെ റേറ്റ് കൂടിയിട്ടുണ്ടോ? 10 രൂപ, കല്ലേറിന് 15, സോഡാ കുപ്പിയേറിന് 20. വൈകുന്നേരം കൃത്യം 5 മണിക്ക് സ്ഥലം ശ്രീ ഭൂതനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച്
ഐരാവതക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റായ നമ്മുടെ പ്രിയങ്കരനായ ദുശാസനക്കുറിപ്പ് അവരെ അനുമോദിക്കാൻ കൂടുന്ന വമ്പിച്ച മഹായോഗത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രസ്തുത യോഗത്തിൽ മുൻ മന്ത്രി ശ്രീ ഗണപതി അയ്യർ അധ്യക്ഷം വഹിക്കുന്നതും ശ്രീ കാർക്കോടൻ നായർ, ചെന്നിപ്പിള്ള തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് യോഗാനന്തരം ഉണ്ണിമേരിയുടെ ഒരു നൃത്തകലാപരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മുൻമന്ത്രിയുടെ പ്രസംഗം സാരല്ല, ഉണ്ണിമേരിയുടെ നൃത്തം കലക്കും. സിനിമയിലെ പോലെ തന്നെ ആയിരിക്കും ജീവനോടെ. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാനന്തരം ഉണ്ണിമേരിയുടെ നൃത്ത പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. ഉണ്ണിമേന്ന് വേണ്ട കാര്യം ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഇന്ന് 6 മണി കൂടുമല്ലോ വന്നവര്. ഇത്രയും മാത്രം കാശ് എവിടെ നിന്നാണോ എന്തോ? അവരും പിരിവ് നടത്തി കാണും. ചികഞ്ഞപ്പിള്ള ഒരു കാര്യം ഏറ്റാ അത് ഭംഗിയായി നടത്തും. അയാളുടെ ബന്ധത്തിലുള്ള ഒരാൾ സിനിമയിലെങ്ങാണ്ടുണ്ടെന്നാ കേട്ടത്. അയാളല്ലേ ആള് നല്ല പിടിപ്പും കാര്യശേഷിയുള്ള ഒരു മനുഷ്യനാ. ഒരു മെമ്പർ ആയാലും എന്താ ഇങ്ങോട്ടാ വരുന്നേ കേട്ടോ. കൂടുന്ന മഹായോഗത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. നേരാ. എങ്ങനെയുണ്ട് ചേട്ടാ? കേട്ടില്ലേ പിള്ളച്ചേട്ടൻ ഏക്കുന്ന ഒന്നും മോശാവില്ലെന്ന് എനിക്കറിയാം. പഞ്ചായത്തിന്റെ എല്ലാ മൂലകളും ഇത് എത്തണം. അതിന് പ്രത്യേകിച്ച് എന്നോട് പറയണം. പിന്നെ അനുമോദനത്തിൽ പ്രതിപക്ഷത്തിന് അസൂയ കാണും. അതുകൊണ്ട് ഇസഹാക്ക് തരകന്റെ ആപ്പീസിന്റെ വീട്ടിന്റെ മുമ്പ് കാറ് കൊണ്ട് നിർത്തി 2-3 ആണങ്ങ് തട്ടിക്കും. 3 അതിൽ കൂടുതലൊക്കെ ആയി ചേച്ചി. കാശ് ഒരുപാടാവുമല്ലോ പിള്ളേ. കാശ് മനുഷ്യനുണ്ടാക്കുന്നല്ലേ ചേട്ടാ, അത് വരും പോവും. പിന്നെ ഉണ്ണിമേര് വരുന്നോണ്ട് ജനം വരച്ചു കൂടും. പോലീസിനെ കരുതിക്കോണം. പച്ചല കുഞ്ഞ കുടിക്കാൻ പച്ചവെള്ളം. കാപ്പിയാവല്ലോ. കാപ്പിയൊന്നും വേണ്ട, യോഗം കഴിഞ്ഞ് ഇനി വെള്ളം ഇറങ്ങും. ആ ചേട്ടാ, പ്രസംഗം തകർത്തേക്കണം. കൈയടിക്കാൻ ആളെ പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിള്ള പ്രസംഗിക്കുമ്പോ എന്റെ സേവനങ്ങൾ നന്നായിട്ടൊന്ന് പ്രകീർത്തിച്ചോണം. മറന്നു വലിക്കാൻ വേണം കൈവെള്ളിൽ ഒന്ന് കുറിച്ചിട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ പാലത്തിന്റെയും പ്രതിമയുടെയും കാര്യം ഇന്നത്തെ യോഗത്തിൽ പറയണ്ട. ശരിയാ. അപ്പൊ ഞാൻ പോട്ടെ. അനൗൺസ്മെന്റ് പോട്ടെ. പിന്നെ അമ്മയും മോള് വേഗം ഒരുങ്ങാൻ തുടങ്ങി. ഇപ്പഴേ തുടങ്ങിയാൽ 5 മണിക്ക് തീരും. നമസ്കാരം പിള്ളച്ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അല്ല പിള്ളച്ചേട്ടാ, നമ്മുടെ ഈ പ്രദേശം ഇങ്ങനെ ഉറങ്ങിക്കിടന്നാ മതിയോ? ഈയിടെയായിട്ട് ഒരു യോഗോ ഒരു മീറ്റിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഒരു മന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ട് നാളെത്രയായി. ഓ, മന്ത്രിയുടെ പ്രസംഗം കേൾക്കാത്തോണ്ടായിരിക്കും ഈയിടെയായിട്ട് നീ അങ്ങ് മെലിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞത് സത്യം. ആഴ്ചയിൽ ഒരു പ്രസംഗമെങ്കിലും കേട്ടില്ലെങ്കിൽ എന്റെ ശരീരത്തിന് വല്ലാത്ത തളർച്ചയും കൈകാലുകൾക്ക് കഴപ്പും തോന്നും. അതൊരു വല്ലാത്ത അസുഖമാണല്ലോ കാത്തവരായ. മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കുന്നത് എനിക്ക് ജീവൻ ടോൺ കഴിക്കുന്നത് പോലെയാ. ഇടാ, അതിനിവിടെ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ടായിട്ട് വേണ്ടേ? വല്ല ടീ ഷോപ്പോ തുണിക്കടയോ പാരലൽ കോളേജോ സോമില്ലോ ബാർബർ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും തുടങ്ങിയാൽ നമുക്ക് മന്ത്രി വേറെ ഉദ്ഘാടനത്തിന് വിളിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? കല്ലിടാമല്ലോ ചേട്ടാ. കല്ലോ? തറക്കല്ലേ? അതിനിവിടെ എവിടെയാണ് സ്ഥലം? ദുശാസനക്കുറിപ്പ് സാറ് ഐരാവതക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം 18 മന്ത്രിമാരുടെ വരികയും 19 കല്ലിടുകയും ചെയ്തു. അക്കാര്യത്തിൽ നമ്മുടെ പ്രസിഡന്റ് സാറിനെ സമ്മതിക്കണം. കഴിഞ്ഞ കൊല്ലം ഈ സീസണിൽ എത്രയെത്ര മന്ത്രിമാരായി ഇവിടെ വന്നതും പോയതും. ഓഹോ, അവരുടെ ഒക്കെ പ്രസംഗം കേട്ട് ഞാൻ കഷ്ടിച്ചെഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതാ. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. കാപ്പി ഒന്നെടുക്ക. കാപ്പി കാ ഗ്രൂപ്പോ ചാ ഗ്രൂപ്പോ? കാപ്പി കുടിയന്മാരെയും ചായ കുടിയന്മാരെയും ഒരുപോലെ സൂചിപ്പിക്കുന്ന ഒരു പുതിയ ഡിക്കേഷനാ. ഈ കക്ഷത്തിലെ ചെളിയൊന്നും ശരിക്കും പോയില്ലല്ലോ. അത് അടുത്ത അലക്കനെ പോകും സാറേ. ഒരു കേസ് കേട്ട് കുറെ കാലം കക്ഷത്തിൽ വെച്ചോണ്ട് നടന്നതാ. അതൊരു നാറിയ കേസായിരുന്നു. അതുകൊണ്ടാ 35 പൈസ. 1 രൂപ 35 പൈസ. പിള്ളച്ചോ, ഒരു കാപ്പി എടുക്കട്ടോ? എടുത്തോ, ഫ്രീ ആണെങ്കിൽ. അതിന് നമ്മളില്ല. ജഹാംഗരെ, ആ പുറമ്പോക്കിൽ നിന്ന് പ്ലാവ് വെട്ടിയ കേസില് താൻ യമധർമ്മ കമ്മത്തിനെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞില്ലേ? കേസ് കഴിഞ്ഞ് കമ്മത്ത് തന്നെ ശരിക്കും കാണാനിരിക്കുക. തന്റെ ഇതുകൊണ്ടൊന്നും നമ്മളെ ഭയപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത്. നമ്മക്ക് പൈസ കിട്ടിയ നമ്മൾ ആർക്ക് വേണ്ടി സാക്ഷി പറയും. കള്ളമാണോ സത്യമാണോ എന്ന് കോടതി നിശ്ചയിച്ചോളൂ. ഇതൊരു പോണ കൊച്ചു അവനെ റോഡിൽ നിന്ന് തൂർന്നു പറമ്പിൽ പോയി തുറ വിട്ടോളൂ. കൊച്ചു പിള്ളേർക്ക് വഴിയിലിറങ്ങാൻ വയ്യെന്നായോ? താന്റെ കൊച്ചിനെ ചീത്ത പറഞ്ഞു അല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. നിന്റെ കൊച്ചായിരുന്നു പൂതനെ. എന്റെ തന്നെ, തന്റേതല്ല. എന്റെ ഒരു പൗരബോധം കൊണ്ട് അബദ്ധം പറ്റിയതാ. നീ അവരെ എവിടെ വേണ്ടി തൂർന്നു? തന്റെ നെഞ്ചത്തോട്ടിരുത്തട്ടെ. അയ്യോ, അത് വേണ്ട. ഇപ്പൊ തേച്ചെടുത്ത ഷർട്ടും മുണ്ടുവാ. തന്റെ ഈ ഉടുപ്പും കൊണ്ട് ഈ പൂതനെ ഒരു ദിവസം ഉടയ്ക്കും. മോനെ അനുരിച്ച വന്നിരുന്ന് തൂറിക്കോടാ. ചുമ്മാ അല്ലടി നിന്നെ കെട്ടു ഇട്ടേച്ചു പോയത്.
ഒന്ന് ഒതുങ്ങിക്കോട്ടെ. പോട്ടെ പോട്ടെ. മാന്യന്മാരെ കണ്ട തിരിച്ചറിയാൻ മേത്ത തെണ്ടികള്. ഇതാ ഇതെന്ത് പറ്റി? താൻ രാവിലെ വെള്ളത്തിൽ വീണോ? ഒന്നും പറയണ്ട എന്റെ ചേട്ടാ. പാലത്തിന്റെ നടുക്കെത്തിയപ്പോ ഒരു കാറ് വന്നു. ഞാൻ റിവേഴ്സ് എടുത്ത് മാറിക്കൊടുത്തു. എന്നിട്ടും ചെളിക്കുണ്ടി കിടന്ന വെള്ളം കൃത്യമായും എന്റെ ദേഹത്തേക്ക് തന്നെ തെറിപ്പിച്ച് വീഴിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ അവന്മാരം പോയി. ഇരിക്കേ. നല്ല വടി പോലെ തേച്ചെടുത്ത ജുബായും മുണ്ടുമായിരുന്നു. എന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും നല്ല വേഷവും ധരിച്ചു വഴിയെ നടക്കാൻ പോലും എനിക്കിപ്പോ ഭയമായിരിക്കുന്നു. മണ്ണവരെ രാമനിട്ടൊന്ന് പറഞ്ഞേച്ചേക്ക്. കാറിന്റെ നമ്പർ കുറിച്ചെടുത്തില്ലായിരുന്ന? എന്തിനാ? എന്റെ കഴുത്തെ കെട്ടി തൂക്കാനോ? കാണിച്ചേ. എന്താ രാമനിട്ടത്? ഒന്നും ശരിക്കും പഠിച്ചിട്ടില്ലല്ലോ. ശരിക്കും പഠിച്ചിട്ടുണ്ടേ. അല്ല പിള്ളച്ചേട്ടത് എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ ചേച്ചി. രാഷ്ട്രീയം എന്ന് പറയുന്നതേ ഒരു മുഷിഞ്ഞ പണിയാ. ഒരക്കിരി പറ്റി. പിള്ളേ എഴുന്നേക്ക്, നമുക്ക് അകത്തോട്ടിരിക്കാം. തന്നെ ഈ വേഷത്തിൽ ആരെങ്കിലും കണ്ടാ എനിക്ക് അതിന്റെ കുറച്ചില്. വാ ആകെ നാറിയിരിക്കുക. ചേച്ചി, ദേഹത്തിനൊരു വിറയലും കുളിരൊക്കെ തോന്നുന്നുണ്ട്. ചൂടുള്ളൊരു കാപ്പി കിട്ടിയാൽ. മോളെ പാഞ്ചാലി, പിള്ളച്ചേട്ടനൊരു കാപ്പി. 5-6 ദിവസം ആയല്ലോ പിള്ളേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ചു ദിവസമായിട്ട് ചേട്ടന്റെ കാര്യം തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെ നീട്ടി ആലോചിക്കാൻ എന്ത് പറ്റി? പലതും പറ്റിയിട്ടുണ്ട്. പാഞ്ചാലിക്കുട്ടി, എന്താ? 2 പാക്കിങ് കൊണ്ടുവാ. കൊണ്ടുവരാം. എനിക്ക് എന്തോന്ന് പറ്റിയെന്ന് താൻ പറഞ്ഞേ? അടുത്ത കാലത്തായി ചേട്ടന്റെ പേരും പെരുമയും ഒന്നും ഇടിഞ്ഞിട്ടില്ലേന്ന് എനിക്കൊരു സംശയം. ചേട്ടന് ശത്രുക്കളും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ചേട്ടൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായിട്ട് കാലം കുറയായെന്നും മറ്റിടത്ത് ആൽമരം കിൾക്കാറായില്ലെന്നും മറ്റും പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആലില പറക്കാൻ ആർക്കാ എത്ര ധൃതി? ഒക്കെ പ്രതിപക്ഷത്തിന്റെ പണിയാണെന്നറിയാം. എന്നാൽ ഇതൊക്കെ കേട്ട് ചിലരൊക്കെ ആടി തുടങ്ങിയിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അച്ഛാ പാക്ക്. പഞ്ചാലി കുഞ്ഞെ, എന്റെ കാപ്പിയുടെ കാര്യം. ചേട്ടൻ ഐരാവതക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് എത്ര കാലായി? 12 കൊല്ലം കഴിഞ്ഞു. അതിലെന്താ ഇപ്പൊ ഇത്ര മോശം? ആ 12-ലെ 2 അവിടെ കിടക്കട്ടെ ചേച്ചി. ബാക്കി 10 വർഷത്തിന്റെ കാലാവധി കണക്കിലെടുത്തുകൊണ്ട് ചേട്ടനെ ഒന്ന് അനുമോദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദശവത്സര പൂർത്തി ആഘോഷം. കൊള്ളാം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞെന്ന് നാട്ടുകാർക്ക് അറിഞ്ഞൂടെ? നാട്ടുകാർക്ക് അതൊന്നും ഓർമ്മയില്ലെന്നേ. അവർക്ക് അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന ആർക്കെങ്കിലും കസേരയിലിരിക്കാൻ ഒക്കുമോ? ഇപ്പോ നമുക്ക് ദശവത്സരം ആഘോഷിക്കാം. ബാക്കിയുള്ള 2 വർഷം അവിടെ ഇരിക്കട്ടെ. ഒരു 8 കൊല്ലം കഴിഞ്ഞ് ഈ 2ഉം കൂടെ ചേർത്ത് നമുക്ക് മറ്റൊരു ദശവത്സര പൂർത്തി കൂടി ആഘോഷിക്കാം. എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? എങ്കിലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അനുമോദന യോഗം നമുക്ക് പൊടി പൊട്ടിക്കണം. യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുമ്പോ ഈ നാട് നന്നാക്കാം നന്നാക്കാം എന്ന് ആവർത്തിച്ച് പറയണം. അയ്യോ, ഞാൻ എങ്ങനെയാ പിള്ള ഈ നാട് നന്നാക്കുന്നത്? നന്നാക്കാനല്ല ചേട്ടാ, നന്നാക്കാമെന്ന് 10 പേരുടെ മുമ്പിൽ കൈയും ചുരുട്ട് എന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നതിന് ചേട്ടൻ എന്താ ചെയ്യണം? മന്ത്രിമാരൊക്കെ പറയാറില്ലേ, അതുപോലെ പറഞ്ഞാ മതി. അതെങ്ങനെയാ ഒരു മനസാക്ഷി ഇല്ലാതെ പറയുന്നത്? ചേട്ടാ, 2ഉം കൂടെ ചേട്ടന് ഒക്കില്ല. ചേട്ടന് മനസ്സുണ്ടായാ മതി. സാക്ഷിയാകുന്ന കാര്യം ഞാൻ ഏറ്റു. നാട് നന്നാക്കാനല്ല, ചേട്ടന് നന്നാകാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ പാലത്തിൽ വെച്ച് ഈ ചെളിവെള്ളം എന്റെ ദേഹത്ത് തെറിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാ. നമുക്ക് പഞ്ചവടി പാലം ഒന്ന് പൊളിച്ചു പുതുക്കി പണിഞ്ഞാലെന്താ? ചേട്ടന്റെ സ്മാരകമായിട്ട്. അയ്യോ, അതെങ്ങനെ ഒക്കുന്നത് പിള്ള? നല്ല പാലം എങ്ങനെയാ പൊളിക്കുന്നത്? ഒന്നും പറയാം. പാലം പൊളിക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ചേട്ടൻ പണ്ട് തെരഞ്ഞെടുപ്പിന് നിന്നപോലെ നിന്ന് തന്നാ മതി. പിന്നെ ചേട്ടൻ
എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. ആ മാർക്കറ്റിനടുത്ത് ഒരു 6 സെന്റ് പുറമ്പോക്കില്ലേ, ആ നാട്ടുകാർക്ക് പാർക്ക് പണിയാൻ പോണ സ്ഥലം. നാട്ടുകാർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ എന്തിനാ ഇനി ഒരു പാർക്ക്? ചേട്ടൻ അതെന്റെ അനന്തരവൻ ചെറുക്കന്റെ പേരിൽ പതിച്ചു തന്നാല് ഞാൻ അവനൊരു 3-4 ഒരു കട പഠിച്ചു കൊടുക്കായിരുന്നു. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ നന്നാക്കാനും പറ്റൂ. പാലം പൊളിച്ച് പുതിയത് പണിഞ്ഞ് രണ്ടറ്റത്തും ചേട്ടന്റെ പ്രതിമയെ സ്ഥാപിക്കും. ആ മണ്ടോരി ചേച്ചി, പാഞ്ചാല കുഞ്ഞിന്റെ കാപ്പി കിട്ടിയില്ല. ഓ, അവള് കാപ്പിട്ടൊന്നും ശരിയായി കാണൂല, ഞാൻ കൊണ്ടുവരാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോ ചെയ്താ ചെയ്തു, ചത്ത കഴിഞ്ഞ് പ്രതിമ ഉണ്ടാക്കിയ ചേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ? ചേട്ടാ, ചേട്ടൻ പ്രതിമയായി പോയോ? ചേട്ടാ ചേട്ടാ ചേട്ടാ, മണ്ടൂർ ചേച്ചി, പാഞ്ചാലി കുഞ്ഞേ, ദേ ചേട്ടൻ. ചേട്ടാ, ഇതെന്ത് പറ്റി? വിഷമം കൊടുത്ത ചോടിയതാണോ? അച്ഛാ, എന്ത് പറ്റി? ചേട്ടാ, അച്ഛാ, ചേട്ടാ, അച്ഛാ, ദുഷ്യേട്ടാ, ദുഷ്യേട്ടാ, ദുഷ്യേട്ടാ. ഒന്നുമില്ല വണ്ണു, ഇത്തിരി വെള്ളം കൊണ്ടുവാ. നീ വെള്ളം കൊണ്ടുവാ. ബാക്കി ഒഴുക്കിയതാ. ആ ശീലപ്പിള്ള എന്തേ? ഞാൻ ചാകാൻ പോവാന്ന് വിചാരിച്ചാൽ ഓടിക്കാണും. ഞാനിവിടെ ഉണ്ട്. നല്ല പുള്ളിയാ. ഇവിടെ ഒരു തലകറക്കം വന്നപ്പോ പിള്ളച്ചേട്ടനെ ഓടിക്കളഞ്ഞേ. ചേട്ടന്റെ ജീവൻ പോകുന്നത് കാണാനുള്ള മനക്കരുത്തില്ലാത്തതുകൊണ്ട് ഓടിയതാ. മരണം മുന്നിൽ വന്ന് നിന്ന് വട്ടം കറങ്ങുമ്പോ അത് കാണാനുള്ള ശക്തി എനിക്കില്ല. പണ്ട് എന്റെ വല്യമ്മാവ് വായു വലിച്ചു കിടക്കുമ്പോ നാട് വിട്ട് ഓടിയവനാ ഞാൻ. പിന്നെ തിരിച്ചു വരുന്ന ദിവസം 16 കഴിഞ്ഞിട്ടാ. 16 അടിയന്തരം ഉണ്ണാനായിരിക്കും. ഇങ്ങനെ വന്നാട്ടെ. അത് വെള്ളവാ. എന്നാ അങ്ങോട്ട് കൊടുത്താട്ടെ.